ഈ കണ്ണുകൊണ്ടുള്ള മനുഷ്യൻ എങ്ങനെ വന്നു ഇവിടെ ശിവൻ കണ്ണ് കൊടുത്തോ അപ്പോഴ് സമയത്തിന് കള്ള കുഴിമക്കൾ എവര് കൊന്നതാണ്. എനിക്ക് സംശയം അത് തന്നെ. അല്ലേ ഉയരോടെ കൊണ്ട് വച്ചു അയാളെ. അതാണ് ചെയ്തത്. ഈ ലോകത്ത് ചെയ്ത ഇത് ഏറ്റവും തെറ്റാണ്. ഇന്ന് വരെ കേരളത്തിലില്ലാത്ത സംഭവം തന്നെ. അവനെ വിളിക്കുന്ന മണിയെന്ന്. അവൻ്റെ പേര് ഗോപസ്വാമി. അത് അവൻ എടുത്തോണ്ട് പോട്ട്. അത് എടുത്ത് TV കണ്ടോണ്ടെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമില്ല. ആ എന്തല്ലോ സംസാരിക്കാൻ. ഇത് ഇയാളെ കൊന്നത് തന്നെ. ഇത് പൊളിച്ചു നോക്കിയാലേ ഇത് യഥാർത്ഥ സത്യം വെളിയിൽ വരും. അയാളെ കരുത്തുണ്ടോന്ന് ആദ്യം അറിയാം. അതറിയണം. അറിയേണ്ട ജനങ്ങൾ ആവശ്യം തന്നെ. അങ്ങനെ അപ്പനും മോനും അവിടെ കൊണ്ടൊന്നും അടക്കിയിട്ട് കഥ എത്തുന്നില്ല. നാട്ടുകാരറിയിക്കും. സ്വയം മരിച്ചാൽ ഞാൻ മരിച്ചാലും 10 പേര് അറിയില്ലേ. അറിവിച്ചാണ് അടയ്ക്കേണ്ടത്. കുടുംബക്കാരെ ഇങ്ങനെ അറിയിക്കുന്നു. അതൊന്നുമില്ലാതെ എങ്ങനെ മരിച്ചെന്ന് പറയുന്നത്? ആര് പറഞ്ഞാൽ മരിച്ചെന്ന്? അത് ഒന്നാമത് അയാൾ എന്തോ ചതിച്ചതാണ്. ഇത് ഇയാളെ പൊളിക്കല്ലെന്ന് പറയാൻ യവന്മാർക്ക് എന്ത് ജോക്കിയതാ? തൻ്റെ ഉണ്ടെങ്കിൽ അവർ പറയുന്നു പൊളിച്ച് നോക്കി അച്ഛ ഉണ്ടോന്ന്. അത് പൊളിക്കുക പറ്റില്ലെന്ന് പറയാൻ കാരണം യുവമാരി എൻ്റെ തെണ്ടി തന്നെ ഉണ്ട് അതിനകത്ത്. ജനങ്ങളെല്ലാം വിടുമെന്ന് വിചാരിച്ചു. പക്ഷെ ജനങ്ങൾ ഇളവിയത് ഇതുകൊണ്ട്. ഈ ഗോപസ്വാമി എന്ന് പറയുന്നത് നല്ലവനാണ്. അയാൾ യൂണിയനിൽ ജോലിയുള്ള ചന്തയ്ക്കകത്ത് നിനക്കറിയല്ലേ, ചന്തയ്ക്കകത്ത് കാരണം ജോലി ചെയ്തതാണ്. മലക്കറി മിറ്റ് അയാൾ നല്ല, അവൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇയാൾ എങ്ങനെ പെയ്യുന്നറിയുന്നു? ഇയാളെ കൊന്നതോ മനപ്പുറം ഉണ്ടാക്കിയതോ അയാൾ മരിച്ചെങ്കിൽ മരിച്ചിട്ടെടുത്ത് വെച്ചോ എന്നും അറിഞ്ഞുകൂടാ. പക്ഷെ അതൊന്നും തെളിയുന്നു തന്നെ. ആവശ്യമില്ലേ അത്? ജനങ്ങളാവശ്യം. അത് കല്ലറ വിളിക്കുമ്പോൾ അയാൾ അതിനകത്ത് ഉണ്ടോയെന്ന് അറിയുന്നു ആദ്യം. അത് അവർ കായലിൽ കൊണ്ടിട്ടോ കടലിൽ കൊണ്ടിട്ടോന്ന് ആർക്കറിയാം? അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പൂവ് മാറ്റി ഇട്ടാൽ മതി. ചിലപ്പോൾ കാണും സാധനം. ഇത് പറഞ്ഞ ന്യായമായിട്ടുള്ള കാര്യം. ഞാൻ നാട്ടുകാരനായതുകൊണ്ട് എനിക്ക് ഒരു പേടിയുമില്ല ആരെയും. ഇത് പറയേണ്ട ആവശ്യമുണ്ട്. ആവശ്യം വെച്ചാൽ ആ ആളും ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നു. അതിനകത്ത് എങ്ങനെ മരിച്ചെന്നും അറിയുന്നു. അതിൽ വേറെ ആരെയും സംശയം വേണ്ടല്ലോ. അങ്ങനെ ഉണ്ടോ മരിച്ചോ? മരിച്ചിരിക്കും, ശ്വാസം മുട്ടി മരിച്ചിരിക്കും. അത് ഉണ്ടോ ശ്വാസം മുട്ടി മരിച്ചാൽ എല്ലാം അറിയാം. ഡോക്ടർമാർ ഒന്ന് പരിശോധിച്ചിട്ട് ഇയാളെ ഇടിച്ചത് ഞാൻ എൻ്റെ ഒരു അപ്പുറത്തുള്ള പെണ്ണ് പറയുന്നു മൂത്രം വെച്ചെന്ന് ഇവിടെ ചവിട്ടിയിരുന്നു അയാളെ. അപ്പുറത്ത് അത് മടി കൊടുത്തിട്ടില്ലേ ഇവിടെ കൊണ്ട് വെളിയിൽ കൊണ്ടിട്ട് മോയിട്ട് ചവിട്ടിയിരുന്നു. മൂത്രം വെച്ചോളൂ കിടന്ന്. ആ ഈ ഗോപസ്വാമി എന്ന് പറയുമ്പോൾ മൂത്രം വെച്ചപ്പോൾ ചവിട്ടി ഇവിടെ വെളിയിൽ കൊണ്ടിട്ട് മോയം ചവിട്ടിന്നാണ്. ഇതാ ഈ ആരും ചോദിച്ചു ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ ഏക്കില്ല. അവൻ വേറെ സമയം വേറൊന്നുമില്ലേ പറയുന്നത്. അവൻ ലോകം പറയുമോ? ഓരോ ജീവിതവും ഓരോ കഥകളാണ്. വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.